ഞാൻ ഇന്നിവിടെ മൗനമായി ഇരിക്കാൻ കാരണം ഒറ്റ കാരണമില്ല ഗൈസ്. റൂമിലുണ്ടായിരുന്ന ചേച്ചി വെക്കേറ്റ് ചെയ്ത് പോയി. അപ്പോ ഞാൻ ഇന്ന് ഒറ്റയ്ക്കായിരുന്നു. ഭയങ്കര മ്ലാനതയായിരുന്നു ഗൈസ്. അല്ലെങ്കിൽ ചേച്ചി വന്നിട്ട് ചേച്ചീൻ്റെ ചാറ സംസാരവും ഇന്നില്ല ഗൈസ്. അത് ചേച്ചിയുടെ ഇന്നലെ ലാസ്റ്റ് ഡേ ആയിരുന്നു. പക്ഷെ ദുർഭാഗ്യവശാൽ ചേച്ചിയുടെ എക്സാം വന്നായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് സംസാരിക്കാൻ പറ്റിയില്ല. അല്ല, പണ്ടൊക്കെ കുറെ സംസാരിച്ചതാ, എന്നാലും തീരുമ്പോ ഒരു സംസാരമില്ലേ ലാസ്റ്റ്. പക്ഷെ അന്ന് പറ്റിയില്ല ഗൈസ്. പറ്റിയില്ല എന്നല്ല, പോയി ചായയൊക്കെ കുടിച്ച് വന്ന്. ദുർഭാഗ്യം വെച്ചാൽ പിന്നെയും ഒരു പ്രശ്നം ഉണ്ടായി ഗൈസ്. എന്താന്ന് വെച്ചാൽ ഉണ്ടല്ലോ, നമ്മള് പുറത്തു പോയി വരുമ്പോഴേ കീ ഇല്ലായിരുന്നു. കീ ആരോ ഡോറ് പൂട്ടി അകത്ത് കീ വെച്ച് ഞങ്ങളവിടെ പുറത്ത് സ്റ്റക്കായി ഗൈസ്. ഞങ്ങൾ വിചാരിച്ചു മിക്കവാറും ഇവിടെ തന്നെ കിടക്കേണ്ടി വരും. ഒരു കുട്ടി വന്നിട്ട് ഡോറൊക്കെ തുറന്നു അതാണ്. പിന്നെ ചേച്ചിനെ ഞങ്ങൾ യാത്രയാക്കി. ഞങ്ങളല്ല, ഞാനേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞാൻ ഓൾറെഡി മാറി നിൽക്കുകയാണ്. പക്ഷേ ചേച്ചിക്ക് മുമ്പ് ഞാൻ പോകുന്നായിരുന്നു എൻ്റെ ഒരു ഇത്. ചേച്ചി അതിനു മുന്നേ പോയി. അതാ എന്റെ സങ്കടം. ചേച്ചി പോയപ്പോഴേ പെട്ടെന്നൊരു എന്തോ ഒരിത്. പിന്നെ ഞാൻ ടാറ്റയാക്കി വിട്ട് ചേച്ചി പോയി. പിന്നെ ചേച്ചി പോയതിന്റെ സങ്കടം ഉണ്ടായതുകൊണ്ട് ഞാൻ ചേച്ചിന്റെ ബെഡിൽ ഞാനങ്ങ് എടുത്തു. സങ്കടം തീർക്കണ്ടേ. എന്റെ മന്തി പാട്ടിന് പോയി ഗൈസ്.